Meet the editors. നടപടിക്ക് മടിക്കുന്നു എന്നാണ് ചോദ്യം. ഇന്ന് പി ജയരാജന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭരണപരമായ പരാജയം എന്നാണ്. അവധാനതയില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ നടപടി വന്നിരിക്കുന്നത് എന്നാണ് പി ജയരാജൻ പറയുന്നത്. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. പലരും പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തും എന്നാണ്. പക്ഷേ മാറ്റി നിർത്തിയ തീരുമാനമുണ്ടായില്ല. നടപടിക്ക് മടിക്കുകയാണോ പാർട്ടി? നടപടിക്ക് മടിക്കുകയാണ്. CPM വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നടപടി എടുക്കാനും വയ്യ, SITയെ വിശ്വാസമില്ല എന്ന് പറയാൻ വയ്യ, SITയെ കുറ്റപ്പെടുത്താൻ വയ്യ, SITയെ സ്വാഗതം ചെയ്യുകയും ചെയ്യണം, ഒരേ സമയം SITയുടെ കണ്ടെത്തലുകളെ അംഗീകരിക്കാനും വയ്യ. ഇങ്ങനെയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ CPM ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ്റെ ഫേസ്ബുക്കിൻ്റെ വാചകം ഇതാണ്: ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അദ്ദേഹം ഈ പോസ്റ്റിൽ പറയുന്നത് ഫയലിൽ ചെമ്പുപാളി എന്ന ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റിയെന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥരെ വീഴ്ച ഇരുന്ന ദേവസ്വം ബോർഡിലെ പ്രധാനികൾ എന്ന രൂപത്തിലാണ് അതിനെ അദ്ദേഹം കണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, അവരാണ് അതിൻ്റെ ആസൂത്രകർ എന്നുള്ളതാണല്ലോ SITയുടെ കണ്ടെത്തൽ. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പത്മകുമാറിൻ്റെ കൈപ്പടയാണ്. കൈപ്പടയിൽ എഴുതിയ കാര്യം മാർച്ച് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിൻ്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിനു പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അപ്രകാരം ചെയ്യുന്നതിന് ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായി എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഈ ക്ഷേത്ര മുതലുകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്ത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം ബോർഡ് മാനുവലിൽ പറയുന്ന കാര്യം അതിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിയാത്ത ഒരാളല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ അവിടെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും നേരെയാക്കാൻ കൊടുത്തു. അത് തൻ്റെ മകനെ തന്നെ ഏൽപ്പിക്കുന്നു. ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണ് എന്ന കാര്യമടക്കം ഇതിലൊരു വിവാദത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയാക്കിയത് എവിടെ നിന്നാണ്? ഈ സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. അപ്പോൾ സന്നിധാനത്ത് നിന്ന് പുറത്ത് കൊണ്ടുപോകരുത് എന്നറിയാത്ത ആളല്ല. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊടുക്കാൻ എങ്ങനെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്? അതിലാണ് അവിടെ മൊഴി വരുന്നത്. ദേവസ്വം മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തെളിവുകൾ വന്നിരിക്കുന്നത്? ഈ പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയായി പറയുന്ന കാര്യം, ദേവസ്വം മന്ത്രിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തയക്കുന്നത്, അന്നത്തെ ദേവസ്വം മന്ത്രിക്ക്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് ദേവസ്വം ബോർഡിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. അതായത് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നന്നാക്കാൻ കൊടുക്കണം എന്ന് ദേവസ്വം മന്ത്രി പറയുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ, ഇത്രയും ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ, ഇന്നിപ്പോൾ ആരോപണങ്ങളല്ല, തെളിവുകൾ, SIT കണ്ടെത്തിയ തെളിവുകൾ പുറത്തു വരുമ്പോൾ, ഇന്ന് പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, അറസ്റ്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ശക്തമായി അതിനെ പിന്തുണച്ചു. അതെന്ത് പിന്തുണയാണ്? പുറത്തിങ്ങനെ ശക്തമായിട്ടിങ്ങനെ എങ്ങനെ പിന്തുണയ്ക്കുകയാണ് മനസ്സിലായില്ല. അറസ്റ്റിനെ തള്ളാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അറസ്റ്റ് ഉണ്ടായി, പിന്തുണച്ചു എന്ന് പറയുന്നു. അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, N. വാസു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മുൻനിർത്തിയല്ല CPM നിലപാടെടുത്തത്. മറിച്ച് നിലപാടെടുക്കാൻ അപ്പോൾ കഴിയില്ല. അറസ്റ്റ് ഉണ്ടായപ്പോൾ ശക്തമായി പിന്തുണച്ചു എന്ന് വീണ്ടും പറയുന്നു. അതിനുശേഷം ഇവരിൽ പലരും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണെന്ന വാർത്ത വന്നിരുന്നു എന്ന് പറയുന്നു. ഞങ്ങളതിൽ രാഷ്ട്രീയമല്ല കണ്ടത് എന്ന് പറയുന്നു. തെറ്റായ നിലപാട് സ്വീകരിച്ചവർ നിയമത്തിന് മുന്നിൽ വരുമെന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത്, ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരും, തെളിവുകൾ പുറത്തു വരും. മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി അത് ചെയ്യും. അപ്പോൾ അതായത് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് തെളിയുന്നത് പ്രധാനപ്പെട്ട തെളിവല്ല. അപ്പോൾ ഇതിനും വലിയ തെളിവ് വന്നാലേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് വേണം ആ വാചകത്തിൽ നിന്ന് അനുമാനിക്കാൻ. അതിനി കോടതിയാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കുറ്റാരോപിതനാണ്. അതായത് ഇന്നലെ എന്താണോ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് ഒന്നുകൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വിശദീകരിക്കുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന്, ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കടകംപള്ളിയെക്കുറിച്ച്. കടകംപള്ളിയുടെ ഇടപെടൽ ഉണ്ടെന്നത് നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുശേഷം ആരുമുണ്ടെന്നോ ഇല്ലെന്നോ താൻ പറയില്ല. അവിടെയും ഒരു ഉറപ്പില്ല. കാരണം ഇനി അത് കടകംപള്ളിയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 42 വർഷമായി അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് പത്മകുമാർ. അതിനു മുമ്പ് 32 വർഷം സെക്രട്ടേറിയറ്റ് അംഗമായി. കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റിയത്. സെക്രട്ടേറിയറ്റിൽ മാറ്റിയെങ്കിലും അവിടേക്ക് ഒരു പുതിയ ആളെ നിയമിച്ചിട്ടില്ല. പുതിയ സെക്രട്ടേറിയറ്റ് അംഗം വന്നിട്ടില്ല. അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനമാണത് എന്ന രൂപത്തിൽ അത് ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കാതെ ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പുറത്താക്കിയാൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ആ ഘട്ടത്തിലുണ്ടാകും. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ള നടത്തി വിശ്വാസികളെ വഞ്ചിച്ച നടപടി ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടപടി എന്ന രൂപത്തിലാണ് നിലവിൽ പാർട്ടി നിൽക്കുന്നത്. അതാണ് ഇതുവരെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിനപ്പുറം ഈ പറയുന്ന കടകംപള്ളിയിലേക്ക് പോവുകയാണ്. കടകംപള്ളിയുടെ മൊഴിയെടുക്കുന്നു, ഒരു ചോദ്യം ചെയ്യലിൻ്റെ രൂപത്തിലേക്കൊക്കെ അത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നടപടിയിലേക്ക് പോകേണ്ടി വരും. ആ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ നിലവിൽ ഇത് പറയുകയല്ല, അത് നിവൃത്തിയില്ല എന്നുള്ള നിവൃത്തികേടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. കുറ്റാരോപിതൻ എന്ന വാചകം പറയുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ മുഴുവൻ ശബരിമലയിലെ അല്ല, അതെ, അത് സാങ്കേതികമായി ശരിയാണെന്നേ. സാങ്കേതികമായി ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയണം SITയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ഇപ്പോൾ ആരോപണം മാത്രമല്ലേ എന്ന രൂപത്തിൽ പറയണം. അങ്ങനെയല്ല, SITയെയും വിശ്വസിക്കുന്നുണ്ട്, പത്മകുമാറിനെയും വിശ്വസിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനെ സ്വാഭാവികമാക്കാനുള്ള ശ്രമമാണ്. ഇതിൽ സ്വാഭാവികതയാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി സ്വാഭാവികമായും ശബരിമലയിലെ പാത്രക്കൊള്ളയും പാത്രമോഷണം, പാത്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് അതും സ്വർണ്ണക്കൊള്ളയും കൂടി ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിലേതാണ് വലുത് എന്ന രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് വരും. ഇനി അതിൽ കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടോ എന്ന് പറയും. പുതിയ ആരോപണങ്ങൾ വരും. ഈ രൂപത്തിൽ നിൽക്കാനാണ് തൽക്കാലം ആലോചിക്കുന്നത്. ആ ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഇങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനം. ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് സ്വർണ്ണത്തിന്റെ കനം, സ്വർണ്ണത്തിന്റെ തൂക്കം, സ്വർണ്ണത്തിന്റെ കിലോ കണക്കല്ല. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതാണിപ്പോൾ അടപടലം താഴേക്ക് വീണിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസമാണ് ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്നത്. ഇനിയും അവിടെ പാത്രക്കൊള്ള പകരം വാദമായി ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വിശ്വാസികൾ നന്നായി വിശ്വസിക്കുന്ന അവസ്ഥയാണ്. പാത്രക്കൊള്ള വാസ്തവമാണ്. പാത്രക്കൊള്ള അന്വേഷിക്കണം, നടപടിയെടുക്കണം. 9 കൊല്ലായില്ലേ വിജിലൻസ് അന്വേഷണം നടക്കുന്ന? 9 കൊല്ലായില്ലേ? പാത്രക്കൊള്ളയും സ്വർണ്ണക്കൊള്ളയും തമ്മിൽ താരതമ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. മന്ത്രിയുടെ അനിയൻ ആയിക്കോട്ടെ, നടപടി എടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യം. നടപടി എടുക്കണമല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ശ്രീകോവിലെ കട്ടിളപ്പാളി മാഡം പറഞ്ഞ പോയിന്റാണ് കറക്റ്റ്. ശ്രീകോവിലെ കട്ടിളപ്പാളിയും വിശ്വാസികളെ വിശ്വാസത്തിന് മേലെയാണ് ഇപ്പോൾ ഇത് വഞ്ചന നടത്തിയിരിക്കുന്നത്. ഒരേ ഒരു ആർഗ്യുമെന്റ് എനിക്കുള്ളൂ. കുറ്റാരോപിതൻ എന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ കുറ്റാരോപിതനാണ്. കോടതി കണ്ടെത്തുന്നത് വരെ എല്ലാ കേസിലും ഇങ്ങനെയല്ലല്ലോ. എന്താ എല്ലാ കേസിലും ഇങ്ങനെയാണ്. ഒരു സ്ത്രീ വന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വായത്തൊന്നി കേരളം മുഴുവൻ സമരം നടത്തുകയും തലസ്ഥാനം സ്തംഭിപ്പിക്കുകയും ചെയ്തപ്പോൾ ആരോപിതനായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേരളം കണ്ടത്? എന്താണ് രണ്ട് കേസും അങ്ങനെ നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റൂ? ഈക്വലൈസ് ചെയ്യും. ആരാണ് ഇതിനകത്ത് പരാതിക്കാരി വന്ന് പരാതിക്കാരി പ്രത്യേക സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരാതിക്കാരി ആദ്യം പരാതി പറയുമ്പോൾ നമ്മളെല്ലാം ഞെട്ടുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്താണ്. പിന്നെ പ്രത്യേക ചില കാലഘട്ടങ്ങളിൽ പരാതിക്കാരിയെ എത്തിക്കും, പരാതിക്കാരി പിന്മാറും, പരാതിക്കാരി വരും, പരാതിക്കാരി പിന്മാറും. ഈ തരത്തിൽ അവരെ ടൂളാക്കിക്കൊണ്ട് ഇവിടെ നടത്തുകയാണ്. അതിലൊന്നും ന്യായീകരിക്കും എടുക്കല്ലേ പ്ലീസ് ഡോക്ടർ അരുൺ. ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ ആ വാദം കൊണ്ട് മുന്നോട്ട് പോകുന്നേ, നിങ്ങൾ ആ ഫാക്ടുമായി മുന്നോട്ട് പോകുന്നേ, നന്നായി വരും. പാത്രത്തിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് സ്മൃതി പറഞ്ഞു, സ്മൃതി തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുക പാത്രവുമായിട്ട്. എനിക്കറിയാം ഒരു കോടി രൂപയിലധികം രൂപ വരുന്ന പാത്രക്കൊള്ള നടത്തിയത് മന്ത്രിയുടെ അനിയനാണ്. അത് മാത്രമല്ല, പരിപൂർണ്ണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്താ? ശബരിമലയിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടത്തുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണെങ്കിലും എല്ലാ കാലത്തുമുള്ള വീഴ്ചകൾ
കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും നടപടിയെടുത്തത് ശുദ്ധീകരിക്കുകയും വേണം. EGN തൊഴുത്ത് വൃത്തിയാക്കുന്നത് പോലെ പോയി 100%. ഇപ്പൊ എന്റെ നിലപാടാണ്. ഇപ്പൊ നോക്കൂ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിലേക്ക് വരാം. ചെമ്പിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സ്മൃതി പറയുന്നത്? ഈ ചെമ്പിട്ട് വൃത്തിയാക്കി. ചെമ്പിട്ട് എവിടെ വൃത്തിയാക്കി? ചെമ്പിട്ട് വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അവിടെ സ്വർണ്ണപ്പാളി മോഷണം പോയോ? 2021 എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മറുപടി അറിയാം. ഇവിടെ കേരളം ചില കാര്യങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് രാജിവെക്കണം എന്നായിരുന്നല്ലോ അല്ലല്ല പ്രതിപക്ഷത്തിന് എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം നടപടിക്ക് മടിക്കുന്നോ പത്മകുമാറിനെതിരെ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ ഭാഗത്ത് നിന്ന് 3 വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ഒന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതാണ്. കേസ് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇടയ്ക്ക് വെച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇയാളിപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റവാളി ആയി പ്രഖ്യാപിക്കട്ടെ എന്ന് വെച്ചാൽ കോടതി വിധിക്കട്ടെ എന്നുള്ളതാണ് അവരഭിപ്രായം. രണ്ടാമത്തേത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് കുറ്റപത്രം സമർപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കതാണ്, കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ആദ്യത്തേത് കോടതി തെളിയിക്കട്ടെ, രണ്ടാമത്തേത് കോടതിയിൽ കുറ്റപത്രം വരട്ടെ. അതിനുശേഷം കണ്ണൂരിലെ മുൻ ജില്ലാ സെക്രട്ടറി CPMന്റെ പ്രമുഖ നേതാവ് P ജയരാജൻ പറഞ്ഞത് ഒരു ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 3 പേർക്ക് 3 അഭിപ്രായമാണ്. 2 പേരുടെ അഭിപ്രായത്തിലെ വ്യത്യസ്തത എപ്പോൾ പത്മകുമാർ കുറ്റവാളിയായി മാറും എന്നുള്ളതിലാണ്. എന്താണ് കുറ്റം എന്നുള്ളതിലാണ് P ജയരാജന് വ്യത്യസ്തമായ അഭിപ്രായം. അദ്ദേഹത്തിന് ഭരണപരമായ വീഴ്ചയുണ്ടായി, ഉദ്യോഗസ്ഥരെ നയിക്കുന്നുള്ളതിന് കുറ്റപറ്റി എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ കീഴിലെ പിണറായി വിജയൻ്റെ കീഴിലെ പോലീസ് പറയുന്നത് ഇതൊന്നുമല്ല. ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പത്മകുമാറാണ് ഈ ഗൂഢാലോചനയുടെ മുഴുവൻ കിങ് പിൻ എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് അവിശ്വസനീയമാണ്. ഈ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഞാനും വിശ്വസിച്ചിരുന്നില്ല ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിത്തളയിൽ ദേവസ്വം ബോർഡിന് മുമ്പിൽ ഈ വിഷയം വരുന്നു. കട്ട്ളപ്പാളി വിഷയം. ആ വിഷയം വരുമ്പോൾ സ്വർണം പൂശിയ ചെമ്പ് തകിട് എന്നുള്ള ഭാഗം വരുമ്പോൾ അദ്ദേഹം പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പിടിയിൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് ഗൂഢാലോചനയുടെ കിങ് പിൻ എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പത്മകുമാർ നമ്മുടെ അടുത്ത് പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നെ പണ്ട് ശബരിമലയിൽ ഇതൊക്കെ ഇവിടെ സ്വർണ്ണമൊക്കെ പൂശിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കാണുമ്പോൾ ചെമ്പ് പാളികൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു സ്വന്തം കൈപ്പടയിൽ അങ്ങനെ എഴുതി വെക്കുക കൂടി ചെയ്തു. ഇനി നമുക്ക് റിപ്പോർട്ടർമാരും മറ്റും തരുന്ന വിവരം ഇത് ആദ്യമായി ദേവസ്വം ബോർഡിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് തന്നെ ഒരു ദേവസ്വം ബോർഡ് യോഗത്തിൽ പത്മകുമാറാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞു ഇത് നേരിട്ട് കൊണ്ടുവന്നാൽ പോരാ, ഇത് പ്രോപ്പർ ചാനലിൽ വരണം, ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് ആ യോഗത്തിൽ വെച്ച് ഈ വിഷയം പരിഗണിക്കപ്പെടുന്നില്ല. പിന്നീട് പ്രോപ്പർ പേപ്പറായി ഈ സാധനം താഴെയിൽ നിന്ന് എഴുതി വരികയാണ്. അപ്പോഴാണ് മുരാരി ബാബു മുതൽ പേരായ ഇപ്പോൾ പ്രതികളായിരിക്കുന്ന പലരും ഇതിൽ കക്ഷികളാകുന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡിൽ വീണ്ടും ഈ കടലാസ് വരുമ്പോഴാണ് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി വെക്കേണ്ടത് സ്വർണ്ണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് എഴുതിയിരിക്കുന്നു. ഒറിജിനൽ ഉണ്ടായിരുന്നത് പിത്തളയാണ്. ശരി, ഇതിപ്പോൾ പോലീസിൻ്റെ സംശയമാണ്, ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അറസ്റ്റും റിമാൻഡിലേക്കും വരുന്നത്. ഇതിൽ ഏത് വിശ്വസിക്കണം? എനിക്ക് തൽക്കാലം കേരള പോലീസ് പറയുന്നത് വിശ്വസിക്കാനാണ് താല്പര്യം. അപ്പോഴും പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നെങ്കിൽ, അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജിവെക്കുന്നതിന് ധാർമ്മിക പ്രശ്നമുണ്ട്. ഇനി അദ്ദേഹം CPMൻ്റെ ഒരു നേതാവ് മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ പത്മകുമാർ രാജിവെക്കണോ വേണ്ടെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? അത് CPMൻ്റെ നേതാക്കൾ മാത്രമല്ല CPMൻ്റെ അണികളും തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് 42 വർഷം പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇങ്ങനെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിൻ്റെ പോലീസ്, ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസ് തന്നെ എഴുതി വയ്ക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവിയിൽ നിൽക്കണമോ അദ്ദേഹത്തെ മാറ്റിവെക്കണമോ എന്നുള്ളത് CPMൻ്റെ നിലപാടിൽ ഞാൻ വിടുകയാണ്. അത് അവരുടെ അഭിപ്രായമാണ്, നമ്മളാരാ പറയാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോ, അത് അവരുടെ മാത്രം കാര്യമാണ്. പക്ഷേ CPM നടപടിക്ക് മടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ സാമാന്യ യുക്തിയിൽ വിചാരിക്കുക അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതല്ല, അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. കാരണം പോലീസിൻ്റെ അന്വേഷണമാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? SIT കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. എന്തൊരു ഗംഭീര അന്വേഷണമാണ്, എന്തൊരു ഗംഭീര ഉദ്യോഗസ്ഥരാണ്. കോടതിക്കാണെങ്കിലോ 10 ഉമ്മ, കോടതിയാണ് ഈ പരിപാടി മുഴുവൻ ചെയ്തത്, അതിഗംഭീര കോടതി, അത്രയും പറഞ്ഞതാണ്. അപ്പോൾ കോടതിയും അതുപോലെ തന്നെ കൊള്ളാമെന്ന് പറഞ്ഞ SITയും ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അത് പക്ഷേ അത് CPMൻ്റെ മാത്രം കാര്യം, എനിക്കങ്ങനെ അഭിപ്രായമില്ല. SIT അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇനി എപ്പോഴാണ് ഒരു പ്രതി കുറ്റവാളിയായി മാറുന്നതും കുറ്റവാളിയായി മാറിയാൽ
അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറേ കാലം നമ്മൾ പ്രതികൾ ഇവർ കുറ്റാരോപിതരാണെന്ന് മാത്രം പറഞ്ഞു. അതിനുശേഷം ഇവർ കുറ്റവാളികളായി. ഈ കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എത്രയോ തവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, എത്രയോ തവണ ജാമ്യത്തിനും ഇപ്പോൾ ജയിലിൽ തന്നെ വിടുവിക്കാനുള്ള ശ്രമം ഉണ്ടായി. അതിലെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം മരിക്കുന്നവരെ പാർട്ടി അംഗമായിരുന്നല്ലോ. പണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഈ വിഷയം പാർട്ടി അന്വേഷിക്കുന്നതാണ്. അന്വേഷിച്ചിട്ട് എന്തായി? ഒന്നും ആയില്ലല്ലോ. ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കോടതി ശിക്ഷ, കുറ്റപത്രം കഴിഞ്ഞ് കോടതി ശിക്ഷ CPM അംഗീകരിക്കുന്നുണ്ടോ? CPM അംഗീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഏത് ഘട്ടം വരെ വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു വാദമാണിത്. ആ വാദം നിലനിൽക്കാൻ പോകുന്നില്ല. അത് പക്ഷേ CPMൻ്റെ കാര്യമായിട്ട് വീണ്ടും പറയുന്നത് അവരുടെ മാത്രം കാര്യമാണ്. ഇന്ന് ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ 2 അഭിപ്രായം കൂടി ഇതിനകത്ത് എടുത്ത് പറയണം. 2 പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റിലായി. എൻ വാസുവാണ് ആദ്യം അറസ്റ്റിലാകുന്നത്. ഇതിനകത്തെ 5ാമത്തെ പ്രതി. അതിനുശേഷം ഒരു 1.5 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് പത്മകുമാർ അറസ്റ്റിലാകുന്നത്. അന്നും കടകംപള്ളി സുരേന്ദ്രൻ, അന്ന് ദേവസ്വം മന്ത്രി, വാസുവിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഒരു വരി കൂടെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഫയലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇന്നലെ പത്മകുമാർ അറസ്റ്റിലായപ്പോഴും അദ്ദേഹം അതേ കാര്യം പറഞ്ഞു, ഫയലുകളൊന്നും ദേവസ്വം മന്ത്രി കണ്ടിട്ടില്ല. അപ്പോഴാണ് നമുക്ക് വരുന്ന വാർത്ത, അങ്ങനെ ഒരു ശുപാർശ മന്ത്രിക്കും പോയിരുന്നു, മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഒരു കടലാസ് വരുന്നത്. നമുക്ക് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. 2 തവണ അറസ്റ്റിലായ പ്രതികളെ അത്ര കുഴപ്പമില്ല എന്ന മട്ടിൽ ന്യായീകരിക്കുന്ന ഒരു നിലപാട് മുൻ ദേവസ്വം മന്ത്രിയുടെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹവും സംശയത്തിൻ്റെ മുന്നിലാണ്. അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല, അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അവരെ പിന്തുണയ്ക്കാനുള്ളൊരു പ്രത്യേക വ്യഗ്രതയുണ്ട്. ഇനി പന്ത് പത്മകുമാറിൻ്റെ കോർട്ടിലാണ്. ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ മടിച്ചു നിൽക്കുന്നത്? 2 രീതിയിൽ 2 തരത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയും പത്മകുമാറിന് വേണ്ടി ഇറങ്ങി ബാറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? പത്മകുമാർ എന്തെങ്കിലും പറയും എന്ന് ഭയപ്പെട്ടിട്ടാണോ? പത്മകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് 1.5 മാസം മുമ്പ്. അതെന്താണ്? ദൈവതുല്യമായി ഞാൻ കരുതിയ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ? അതൊരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വമാകാം, അതല്ലെങ്കിൽ ശബരിമലയെ ബന്ധപ്പെട്ട ദൈവത്തെ പോലെ കാണുന്ന ആരെങ്കിലും ആവാം. ദൈവം എന്ന വാക്കുള്ള പാട്ടുകളൊക്കെ ഇറങ്ങിയത് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നുണ്ട്. ആരുമാവാം. അത് രാഷ്ട്രീയ നേതൃത്വം മാത്രമായിക്കൊള്ളണമെന്നില്ല. നോക്കൂ, രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ആരിലേക്കാണ് പോവുക? ശബരിമലയിലെ ഭക്തിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി അതിഭീകരമാണ്. താങ്ങില്ല കേരളം, താങ്ങില്ല സർക്കാർ. ഒരുപക്ഷെ പത്മകുമാർ ഇനി കൂടുതലൊന്നും സംസാരിക്കരുത് എന്ന ഒരു ആഗ്രഹം പറയുമോ എന്നൊരു ആശങ്കയുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ തൽക്കാലം പത്മകുമാറിനെ ന്യായീകരിക്കാനായി CPM ഇറങ്ങുന്നത്? നോക്കൂ, രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ പത്മകുമാറിനെ സംരക്ഷിക്കാതിരിക്കുന്നതാണ് CPMന് വളരെ നല്ലത്. കാരണം SIT വളരെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ CPMന് ഒരു നഷ്ടവുമില്ല. അപ്പോൾ എന്തോ പേടിക്കാനുണ്ട്, എന്തോ വലിയ കാര്യങ്ങൾ പത്മകുമാർ ഇനിയും പറയാൻ സാധ്യതയുണ്ട്. അതായിരിക്കണം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തരത്തിലും അവിടെയും ഇവിടെയും തൊടാതെയുള്ള പത്മകുമാറിനെ അങ്ങനെ തള്ളി പറയാതിരിക്കാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സുജയ, ഇവിടെ നടപടിക്ക് മടിക്കുന്നു എന്നുള്ളതല്ല, നടപടിക്കുള്ള ഒരു സമയം എടുക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം CPIനെ ഇത് പ്രതിരോധത്തിലാക്കിയില്ല എന്നുള്ള ക്യാപ്സുകളൊന്നും ഇനി നിൽക്കില്ല. കാരണം CPIനെ ഇത് നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആദ്യം എൻ വാസു, അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാർ. 2 പേരും ഇപ്പോൾ CPIന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാരോപിതരായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. 6 പേരെയാണ് ഇപ്പോൾ ആ പ്രതിപട്ടികയിൽ, 6 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അപ്പോൾ റിമാൻഡ് എന്നതുകൊണ്ടൊരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ആരും വ്യാഖ്യാനിച്ചിട്ടുമില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകി. ആ അപേക്ഷയിലൂടെയുള്ള ഫയൽ നീക്കത്തിന്റെ ഭാഗമായി ഈ എ പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മറ്റാളുകളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണല്ലോ ഇപ്പോൾ SIT ക്രോസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ വാസുവിനെയും എ പത്മകുമാറെയും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ എത്താൻ കഴിയുന്ന വ്യക്തത എന്ന് പറയുന്നത് ഈ വിഷയത്തിലാണ്. എവിടെ നിന്നാണ് ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ആദ്യം എത്തിയത് എവിടെയാണ്? ആദ്യം എത്തിയത് എന്തായാലും ദേവസ്വം ബോർഡിലല്ല എന്നിപ്പോൾ എൻ വാസുവും എ പത്മകുമാറും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് എത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകം തന്നെ മറുപടി പറഞ്ഞു കാണും, ഞാൻ ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് അയാളാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിക്ക് കൊടുത്തു, മന്ത്രി അതിൽ ഇങ്ങോട്ടേക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താതെ ഈ അന്വേഷണം വേറെ എങ്ങോട്ടും പോകില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. അത് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല,
ആ രീതിയിലുള്ള മൊഴി കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് അപ്പോൾ ദേവസ്വം ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതിലൊന്നും സർക്കാർ ഒരു ഭാഗമേ അല്ല, ദേവസ്വം മന്ത്രി ഭാഗമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രി ഭാഗമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയുകയില്ല എന്നുള്ള ഒരു ന്യായീകരണമാണോ ഇനി കൊണ്ടുവരാൻ പോകുന്നത്? നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം പ്രതികരണങ്ങൾക്ക് ഇന്നലെ വന്നതുപോലെയുള്ള ഒരു സാവധാനത്തിലുള്ള അല്ലെങ്കിൽ ഇന്നലെ വന്നതുപോലെയുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഒരു പ്രതികരണമൊന്നുമല്ല ഇന്ന് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്വർണം ചെമ്പായത് അല്ലെങ്കിൽ സ്വർണം ചെമ്പാക്കിയത്, അവിടെ ഉണ്ടായിരുന്നത് സ്വർണം പതിച്ച പാളികളായിരുന്നല്ലോ. അപ്പോൾ ആ സ്വർണം പതിച്ച പാളികൾ വെറും ചെമ്പ് പാളികളായി മാറിയത് ആരാണ്, മാറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ സ്വർണ്ണ തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്ര പത്മകുമാറാണ് എന്ന രീതിയിലാണ് ഇതുവരെ വരുന്ന വിവരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സൂചന. എന്തായാലും 2019 ഫെബ്രുവരിയിൽ ഈ കട്ടിളപ്പാളി കൈമാറാനായി നിർദ്ദേശിച്ച സമയത്ത് അദ്ദേഹം തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ ഇനി ആർക്കും തർക്കമില്ല. അപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇനി ആ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്തായാലും മാറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ടുപേരും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയെങ്കിൽ അതിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണ്? ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അയ്യപ്പന്റെ ശ്രീകോവിലിലെ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടു പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുത്തു എന്നുള്ളതും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഈ രണ്ടുപേരും മറുപടി പറയണം, മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും. അതിൽ പത്മകുമാർ മറുപടി പറഞ്ഞു തുടങ്ങി. ആ മറുപടിയിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നടപടി എടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നടപടി എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന, എനിക്ക് തോന്നുന്നു 2 വിക്കറ്റിലേ ആയുള്ളൂ. എത്ര പേര് വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നടപടിയും കൂടി ഒന്നിച്ചെടുക്കാം. ഒറ്റത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാൽ മതിയല്ലോ പാർട്ടി നടപടി എടുക്കാനേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ താഴെ തട്ടിലെ പല കേന്ദ്രങ്ങളിൽ പല ഘടകങ്ങളിൽ ഉള്ള ആളുകളാണല്ലോ. അപ്പോൾ ആ ആളുകൾക്കൊക്കെ എതിരെ നടപടി എടുക്കുന്നതിനായിട്ട് പാർട്ടി ഒറ്റത്തവണ ഒരു കൂടിയാലോചന നടത്തിയാൽ മതി എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയായിരിക്കും. എത്ര പേരുണ്ട്, ഒരു ടോട്ടൽ നമ്പർ അറിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കും ആ കാത്തിരിപ്പ് ആകാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചാടിക്കേറി ഇപ്പോൾ ഓരോരുത്തർക്കെതിരെ നടപടിയെടുത്ത് അങ്ങനെ പിന്നെ വീണ്ടും യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുക. എത്ര പേരുണ്ടെന്നുള്ള ഒരു ടോട്ടൽ ഫിഗർ എന്തായാലും പുറത്തു വരട്ടെ. ഇവിടെ മുൻ ദേവസ്വം മന്ത്രി മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചു വന്ന ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞതിൽ തന്ത്രിയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്ത്രിയാണോ അതോ മന്ത്രിയാണോ? അതാണ് അറിയേണ്ടത്. അപ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും കണ്ടുപിടിക്കപ്പെടണം. അവർക്കെതിരായ ശിക്ഷാ നടപടികളിലേക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന BNS പ്രകാരമുള്ള ഏറ്റവും ഉചിതമായ ശിക്ഷയിലേക്ക് അവരെത്തണം. അവിടെ സ്വർണം കൊണ്ടുപോയതിനല്ല, വിശ്വാസികളെ വഞ്ചിച്ചതിനുള്ള ഉചിതമായ ശിക്ഷയായി അത് മാറണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ പത്മകുമാറിനെ തള്ളി പറയാത്തത് പാർട്ടിയുടെ ഘടകം ചേർന്ന് ഒരു കൂടിയാലോചന നടത്താത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നടപടി എടുക്കാതെ അങ്ങനെ മാറ്റി നിർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വിഷയം പ്രതിരോധത്തിലായിട്ടുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, ഇത് പാർട്ടി അന്വേഷിച്ച പാർട്ടിയുടെ കമ്മീഷനൊന്നും ഇതിൽ വരില്ല, തീവ്രത ഇളക്കുകയുമില്ല. കാരണം ഇത് കുറ്റാരോപിതനാണ് എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പത്മകുമാറിനെ CPIM-ന്റെ ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്തോ? ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് ചർച്ച ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയിലേ ഉള്ളൂ സബ് സെക്രട്ടേറിയറ്റ്. അതോ അതിന് മുമ്പ് വേണമെങ്കിൽ ചേരാല്ലേ? വേണമെങ്കിൽ ചേരാം. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനിയിപ്പോൾ എത്ര വിക്കറ്റ് എന്ന് അറിഞ്ഞിട്ട്, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ MLA ആണ്, അദ്ദേഹവും പാർട്ടിയിൽ അംഗമാണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരണ്ട. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ട് തുടർ തീരുമാനം സംസ്ഥാന നേതൃത്വം അറിയിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് നടപ്പിലാക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. എന്തായാലും ആ പാർട്ടിയുടെ കാര്യം, എനിക്ക് ആ പാർട്ടിയുമായിട്ട് അടുത്ത് വലിയ ബന്ധമൊന്നുമില്ല, അപ്പോൾ അങ്ങ് പറഞ്ഞതായിരിക്കും ശരി. അപ്പോൾ എന്തായാലും പാർട്ടിയുടെ മേൽഘടകം ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ആ തീരുമാനം എടുക്കട്ടെ. എന്തായാലും CPIM-നെ ഇത് പ്രതിരോധത്തിലാക്കി താൽക്കാലികമായെങ്കിലും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം. ചർച്ച ചെയ്യാതിരിക്കില്ല എന്നാണ് ഞാൻ. താൽക്കാലികമായെങ്കിലും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് CPIM-ന് നല്ലത്. കാരണം പുറത്തും ആളുകൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു മോഷണം നടന്ന് അതിൽ കുറ്റാരോപിതൻ എന്ന് സാങ്കേതികമായി പറയുമെങ്കിലും ചെയ്ത കാര്യത്തിന്റെ ഒരു കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തുന്നതാണ് പാർട്ടിക്ക് നല്ലത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ കൊള്ള സംബന്ധിച്ച്. ആ കൊള്ളയിൽ ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഭക്തർ കൊണ്ടുവരുന്ന സ്വർണം മുതൽ ഈ അരവണ, നെയ്യഭിഷേകത്തിനായി വാങ്ങുന്ന നെയ്യ് തുടങ്ങി സകല കാര്യങ്ങളിലും അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടുത്തെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ ഇതിനകം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെളിപ്പെടുത്തലുകൾ കൂടി SIT-യുടെ അന്വേഷണ പരിധി എന്ന് പറയുന്നത് കോടതി ലിമിറ്റഡ് ആക്കിയിട്ടില്ല, അത് വാസ്റ്റായി തന്നെ പോകാൻ കഴിയും. അപ്പോൾ ഈ സ്വർണ്ണം മാത്രമല്ല, ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സ്വർണ്ണവും അതടക്കം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മിനിറ്റ്സ് ബുക്ക് അല്ലെങ്കിൽ വരവ് ചെലവ് അല്ലെങ്കിൽ മറ്റ് രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രോപ്പർ
പ്രോപ്പർ അല്ല എന്ന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള എ പത്മകുമാർ തന്നെ പറയുന്ന ഒരു അഭിമുഖം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വ്യാപകമായി തന്നെ. 28 വർഷം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് 2017 വന്നതിന് ശേഷമാണ് അതിനു മുമ്പുള്ള 28 വർഷക്കാലം അവിടെ ഒരു തരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിനും. അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവിടെ നടക്കുന്ന യോഗങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രേഖയും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. SITയുടെ അന്വേഷണ പരിധിയിലേക്ക് പ്രത്യേകിച്ചും ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുത്ത് പരിശോധിക്കണം. 2024 മിനിറ്റ്സ് ബുക്ക് പ്രോപ്പർ അല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2017 താൻ അവിടെ എത്തുമ്പോൾ അതിന് മുൻപുള്ള 28 വർഷക്കാലത്തെ സ്വർണത്തിന്റെ അടക്കം ഒരു കണക്കും അവിടെയില്ല. അപ്പോൾ എന്തൊക്കെ അവിടെ നിന്ന് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അദ്ദേഹം വന്നതിന് ശേഷം അപ്പോൾ 2007-2019 കാലഘട്ടത്തിൽ എല്ലാം പ്രോപ്പർ ആക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പ്രോപ്പർ ആക്കിയെങ്കിൽ അതിന്റെ തുടർച്ച എവിടെയാണ് നിലച്ചതെന്നുള്ളത് അറിയണം. കാരണം 2024 ഞാനതാണ് താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ വന്നത്. എന്തായാലും 2017 ഉണ്ടായിരുന്നില്ല, അദ്ദേഹം എല്ലാം ശരിയാക്കി 2017-19 കാലഘട്ടത്തിൽ. പക്ഷേ 2024 നോക്കുമ്പോഴും അവിടെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ശരിയാക്കിയത് എന്താണ് എന്നത് SIT ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും. മലേഷ്യക്ക് പോയെന്നും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്, കടൽ കടന്നു പോയോ അതോ അവിടെ നിന്ന് ഈ സമർപ്പണ സ്വർണം മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയോ? അതിനിടയിൽ ഈ പാത്രം ഒന്നും വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പ്രധാനമായും ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമടക്കം അവിടെ അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഒരു രേഖയില്ലാതെ അവിടെ നിന്ന് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ കള്ളന്മാരെല്ലാം പുറത്തേക്ക് വരണം. എൻ വാസുവിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ എ പത്മകുമാർ കൂടി SITയുടെ കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരെയും നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും പുറത്തു വരും. കാരണം ഇവരൊന്നും അറിയാതെ അവിടെ ഇതൊന്നും നടക്കില്ലല്ലോ. കാരണം ദേവസ്വം കമ്മീഷണറായി അതിനുശേഷം പെട്ടെന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയ എൻ വാസുവല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നന്നായി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇവിടെ പ്രതിരോധത്തിലായ പാർട്ടി നടപടിക്ക് ഇപ്പോൾ മടിച്ചു നിൽക്കുകയാണ്. അത് ഇനി എത്ര പേരുണ്ടെന്ന് കരുതി അവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നടപടി എടുക്കുന്നതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു നടപടി എടുക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. നടപടിക്ക് മടിക്കുന്നു എന്നാണ് ചോദ്യം. നടപടിക്ക് മടിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം നിലവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ കുറ്റാരോപിതനായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ കുറ്റവാളിയായി തീരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോടതിയുടെ മുമ്പിലെത്തി വിധിക്കുമ്പോഴാണ്. അഥവാ മിനിമം ചാർജ് ഷീറ്റെങ്കിലും കൊടുക്കണം, സ്പെസിഫിക് ആയ കാര്യങ്ങൾ അറിയാൻ. ഇപ്പോൾ എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക? ഞാൻ അനുമാനിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. അത് ഭരണപരമായിട്ടുള്ളൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് P. ജയരാജൻ പറഞ്ഞതിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭാഗം നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. എന്താണ്? ഒന്ന്, ഇത് സ്വർണ്ണപ്പാളി പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിനു പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തു. ഓർമ്മിക്കണം, സ്വർണം പതിച്ച പിത്തള എന്നായിരുന്നില്ല ദേവസ്വം സെക്രട്ടറി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡിന് കൊടുത്തിരുന്ന അജണ്ടയിലുണ്ടായിരുന്നത്. പകരം അത് പിത്തള എന്ന് മാത്രമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അത് മുരാരി ബാബുവിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എന്നുള്ളതായിരുന്നു SIT അന്ന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അന്ന് നമ്മൾ ഇതേ കാര്യം ഡിസ്കസ് ചെയ്തു. ഇത് മുരാരി ബാബുവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. മുരാരി ബാബുവാണ്, തിരുവാഭരണം കമ്മീഷണറായ മുരാരി ബാബുവാണ് ഇതിൽ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് മാറ്റി പകരം അതിൽ കട്ടിളപ്പാളി എന്ന് എഴുതി ചേർത്തത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പ്രക്രിയ മനസ്സിലാകാതെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിഷയം. അതായത് ഇതിൽ ഭരണപരമായ വീഴ്ചയുണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ വാസുവിനും ഭരണപരമായ വീഴ്ചയുണ്ടായി, പത്മകുമാറിനും ഇതിനകത്ത് ഭരണപരമായ വീഴ്ചയുണ്ടായി. അതെങ്ങനെയാണെന്ന് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിക്കും. അതിന് മുൻപ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മളത് സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരു കത്തും ദേവസ്വം മന്ത്രിക്ക് പോയി ദേവസ്വം ബോർഡ് തീരുമാനമാക്കാറില്ല. അഥവാ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് നമ്മളുടെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊടുത്ത അത് ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനാണെങ്കിലും, കട്ടളപ്പാളി സ്വർണം പൂശാനാണെങ്കിലും, വാതിൽ സ്വർണം പൂശാനാണെങ്കിലും, താങ്ങുപീഠം സ്വർണം പൂശാനാണെങ്കിലും ഈ 4 കേസുകളിലും ഒരു കത്ത് പോലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കല്ല പോയിരിക്കുന്നത്. പകരം കത്തുകൾ പോയിരിക്കുന്നതെല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പോയിരിക്കുന്ന കത്ത് എങ്ങനെയാണ് വരിക? എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് പോകുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ ആ കത്ത് നേരെ എക്സിക്യൂട്ടീവ് അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് അയക്കുന്നു. ദേവസ്വം കമ്മീഷണറാണ് ആ കത്ത് വെറ്റ് ചെയ്ത് അത് അജണ്ടയിൽ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് സെക്രട്ടറിക്ക് അയക്കുന്നത്. സെക്രട്ടറിക്ക് എത്തിക്കഴിഞ്ഞാൽ ദേവസ്വം സെക്രട്ടറി അത് ദേവസ്വം ബോർഡിലേക്ക് വെക്കുന്നു. ദേവസ്വം ബോർഡിലെത്തി അത് ചർച്ച ചെയ്യുമ്പോൾ 3 അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് 2 അംഗങ്ങളും, ഈ 3 അംഗങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് അനുവദിക്കാമെന്നെഴുതിയാൽ അതിനോടൊപ്പം ഒരു ദേവസ്വം ബോർഡ് അംഗം കൂടി സ്വന്തം കൈപ്പടയിൽ അത് എഴുതി ഒപ്പിടണം.
ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി എന്ന് പറയുന്നത് അത് അവിടുത്തെ രീതിയാണ്. സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് എഴുതി ഒപ്പിടേണ്ടത്. അനുവദിക്കാം അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല, മേൽ നടപടിക്കായി പരിഗണിക്കില്ല എന്ന തീരുമാനമെടുക്കുന്നത് സ്വന്തം കൈപ്പടയിൽ തന്നെ വേണം. അതാണ് ദേവസ്വം ബോർഡ് ഭരണക്രമം അനുസരിച്ച് അതിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണരീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനോട് ചേർന്ന് ഒരു ദേവസ്വം അംഗം കൂടി പിന്തുണയ്ക്കണം. 2 ദേവസ്വം അംഗങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ തീരുമാനം നടപ്പിലാവില്ല. അപ്പോൾ 2 അംഗങ്ങൾ അനുകൂലിച്ചാൽ മാത്രമേ ആ തീരുമാനം വരൂ. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 3 പേരടങ്ങുന്ന ദേവസ്വം ബോർഡിൽ ഈ പത്മകുമാറിനെ അത് പിന്തുണച്ചത് ആരാണ്? ശങ്കർദാസ് ആണോ വിജയകുമാറാണോ? എൻ്റെ കയ്യിൽ അതിൻ്റെ മിനിറ്റ്സ് ഇല്ല. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ഒരംഗം കൂടി കൈപ്പടയിൽ എഴുതി ഒപ്പിടണം. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അതല്ലാതെ ദേവസ്വം മിനിസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദേവസ്വം മിനിസ്റ്റർ താഴെത്തട്ടിലേക്ക് കത്തയച്ചു എന്നതിൻ്റെ ഒരു രേഖയുമില്ല. റിമാൻഡ് റിപ്പോർട്ടിലും അത്തരം ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരിട്ട് കടകംപള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന് നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഒരു തെളിവും എൻ്റെയോ നിങ്ങളുടെയോ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഭരണപരമായ വീഴ്ച. എങ്ങനെയാണ് ഭരണപരമായ വീഴ്ച? പിത്തള എന്ന് എഴുതിയിരുന്നത് അത് മാറ്റി പകരം അവിടെ ചെമ്പുപാളി എന്നാക്കി മാറ്റി. പക്ഷേ അവിടെ എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണ്? സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതണമായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, അവിടെ സ്വർണം പൂശിയ പിത്തള എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ? സെക്രട്ടറി കൊടുത്തിരുന്ന കത്തിൽ ഇല്ല. പകരം അവിടെ പിത്തള എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. ആ പിത്തള എന്നുള്ളത് വെട്ടിമാറ്റി സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതേണ്ടതിനു പകരം ഇതറിയാമായിരുന്ന പത്മകുമാർ പകരം ചെമ്പുപാളി എന്ന് എഴുതി. അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് SITയുടെ ആദ്യത്തെ സംശയം. ഇതാണ് പത്മകുമാറിനെതിരെയുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ, ഇതെല്ലാം ഈ തീരുമാനത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ROC പ്രകാരം ബോർഡ് പ്രൊസീഡിങ്സ് ഇറക്കി. ആ തീരുമാനം 1-ാം പ്രതിക്കടക്കം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കുറ്റമായി പറയുന്നത് എന്താ? ഇത് സ്വർണം പൂശിയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ പണികൾ എപ്രകാരം നടത്തി എന്നതിനെ സംബന്ധിച്ചോ, പണി പൂർത്തിയായി തിരികെ കൊണ്ടുവന്ന സമയം ആവശ്യമായ പരിശോധനകൾ നടത്തിയുണ്ടോ എന്നും മറ്റും പരിശോധിക്കാതെയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ഇതാണ് ഭരണപരമായ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണപരമായ ഒരു പരാജയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പത്മകുമാർ ജയിലിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും സാമ്പത്തിക ലാഭം പത്മകുമാർ ഉണ്ടാക്കി എന്നീ റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് ലഭ്യമായ ഭാഗത്ത് പറയുന്നില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഇതിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥാപിക്കാവുന്ന ഒരു സൂചനയും റിമാൻഡ് റിപ്പോർട്ടിലില്ല. കാരണം നടപടിക്രമം അനുസരിച്ച് അതിനകത്ത് ദേവസ്വം മിനിസ്റ്റർ ഭാഗമല്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ തീരുമാനം എടുക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്. ആ സ്വതന്ത്ര തീരുമാനം എന്ന് പറയുന്നത്, സ്വതന്ത്ര തീരുമാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപൂർണൻ കമ്മീഷൻ ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നു 2007. പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും, അന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പരിപൂർണൻ കമ്മീഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് നോമിനികൾ G. രാമൻ നായർ, പുനലൂർ മധു, MB ശ്രീകുമാർ ഇവരടങ്ങുന്ന ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് പരിപൂർണൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന വാചകമെന്നറിയാമോ? ബോർഡിലെ നിയമനങ്ങൾ, ഫണ്ട് മാറ്റി ചെലവഴിക്കൽ, ശാന്തി നിയമനം, സ്ഥലം മാറ്റം, ശർക്കരയുടെ കരാറുകൾ കൊടുക്കൽ, ഇതടക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് പരിപൂർണൻ കമ്മീഷനാണ്. ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തുന്നത് എന്നാണ്? അന്ന് VS അച്യുതാനന്ദൻ്റെ കാലത്ത് UDF സർക്കാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് ഈ പരാമർശം. പിന്നീടാണല്ലോ ചെറുന്നിയൂർ ശശിധരൻ കമ്മീഷൻ വരുന്നത്. ചെറുന്നിയൂർ ശശിധരൻ കമ്മീഷൻ വന്ന് കണ്ടെത്തിയിരുന്ന 1,87,00,000. സുജയ പറഞ്ഞല്ലോ, അതിവിടെ പറയേണ്ട കാര്യമില്ല, അത് പറഞ്ഞു തന്നെ പോകണം. എല്ലാ കാലങ്ങളിലും ഇതേപോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ, രാഷ്ട്രീയ നോമിനികളായിട്ടിരുന്നവർ എങ്ങനെയാണ് അയ്യൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്ത് കട്ടുമുടിച്ചത് എന്നുള്ളതിൻ്റെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു പോകണം. 1,87,00,000 രൂപയുടെ പാത്രമാണ് അന്ന് കട്ടെടുത്തത് എന്നുള്ളത്. അതായത് അന്ന് പാത്രം ആവശ്യമില്ലാതിരുന്നിട്ടും ടെൻഡർ കൊടുത്ത് കൊള്ള നടത്തിയതെന്നുള്ളതാണ് ചെറുന്നിയൂർ കമ്മീഷൻ കണ്ടെത്തിയത്. അതിൻ്റെ പേരിലാണ് അന്ന് മന്ത്രിയായിരുന്ന VS ശിവകുമാറിൻ്റെ അനുജനെതിരെ നടപടി പിൽക്കാലത്ത് വന്നതും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഭരണപരമായ വീഴ്ച പത്മകുമാറിന് സംഭവിച്ചിട്ടുണ്ട്. ഇതേ ഭരണപരമായ വീഴ്ചയാണ് വാസുവിനും സംഭവിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു കത്തിന് അത് ഗൗരവപൂർവ്വം പരിഗണിക്കാതെ അത് പകരം ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു. ആ സമയത്ത് വാസുവിന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ നടപടി അല്ലെങ്കിൽ ഈ കൊള്ള അന്നേ പിടിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഇവരാരെങ്കിലും 1 രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ നിമിഷം വരെയും കണ്ടെത്തിയിട്ടില്ല. ഈ റിമാൻഡ് റിപ്പോർട്ടിലും അത് പറയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നേരിട്ട് നമ്മൾ ഈ ഘട്ടത്തിൽ നടപടിയെടുക്കുക? പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പാർട്ടി നടപടിയെടുക്കണം. പക്ഷേ പാർട്ടി നടപടിയെടുക്കേണ്ട സമയം ഇതല്ല. കാര്യം കുറ്റാരോപിതനായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ചാർജ് ഷീറ്റ് വരുന്ന സമയത്ത് ഇനിയും കൂടുതൽ തെളിവുകൾ വരാനിരിക്കുന്നു. ഇതൊരു ഭരണപരമായ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഴ്ചയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇതുവരെയും നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഞാൻ അന്ന് മുതലേ പറയുന്നത് ഒരു സൂപ്പർവൈസറി ലാപ്സ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് സ്വർണം വിറ്റ് ഏതെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന ഒരു പരാതി ഇപ്പോൾ ഈ
കേസ് അന്വേഷിക്കുന്ന SITക്കുമില്ല, റിപ്പോർട്ട് റിപ്പോർട്ടിൽ അത് വ്യക്തമാകുന്നതുമില്ല. ഇത് വരട്ടെ, ഈ കേസിന്റെ അന്വേഷണത്തിൽ അടുത്ത ഘട്ടത്തിലാണല്ലോ സാമ്പത്തിക ഇടപാടുകൾ വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാർട്ടി പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുറ്റപത്രം വരട്ടെ, അതല്ലെങ്കിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയട്ടെ. നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭരണപരമായ വീഴ്ച എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നില്ല. കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കുക. അത് വരുന്ന മുറയ്ക്ക് എന്താണ് പത്മകുമാർ ചെയ്തിരിക്കുന്ന കുറ്റമെന്ന് വെളിവാകുന്ന മുറയ്ക്ക് പാർട്ടി ആ നിലപാടെടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വൈകിയോ എന്ന ചോദ്യത്തിന് ഇത് വൈകിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഇതിൽ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൽ വളരെ നിർണായകമായ ഒരു ലിങ്ക് കൂടിയുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പൊളിറ്റിക്കൽ ലിങ്ക് മാത്രമാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലിങ്കിനും അപ്പുറത്തേക്ക് ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട ലിങ്കുകൾ കൂടിയുണ്ട് എന്നത് ഞാനും സംശയിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും നമുക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു സംശയം ഇതാണ്: ഈ സ്വർണം എവിടെ നിന്നാണ് പിടിച്ചെടുത്തത്? മോഷണം പോയ സ്വർണം പിടിച്ചെടുത്തത് ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ റോദ്ദം ജുവലറിയിൽ നിന്നാണ്. അപ്പോൾ തൊണ്ടി മുതൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ജുവലറിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നാണ്. ആ ജുവലറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുകൊണ്ടുപോയി പൂജിച്ച ഒരാളുണ്ട്. അത് തന്ത്രി മഹേഷ് മോഹൻ്റെ കണ്ഠരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മൊഴിയെടുക്കാത്തത്? മൊഴിയെടുക്കേണ്ടതല്ലേ? കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും, അത് പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, നോൺ പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, സ്പിരിച്വൽ ആണെങ്കിലും ശരി, ഇതിലെല്ലാം എന്താണ് നടന്നിരിക്കുന്നതെന്നറിയാം. അതേപോലെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാംഗ്ലൂരുവിൽ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ മേൽശാന്തിയായിരുന്നു. 10 വർഷക്കാലം മേൽശാന്തിയായിരുന്നാൽ മാത്രമേ ശബരിമലയിൽ മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ചട്ടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ശബരിമലയിലെ മേൽശാന്തിയായി ആ പേരിൽ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി നിയമിച്ചത്, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തത്, അതിന് നിർദ്ദേശം കൊടുത്തത്, അതിന് ഉപദേശം കൊടുത്തത്, അതിന് തയ്യാറാക്കിയതാരാണ്? ചോദ്യമാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി, UK എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ മേൽശാന്തിയായി യോഗ്യത നേടാൻ വേണ്ടി ബാംഗ്ലൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ 10 വർഷം മേൽശാന്തിയായി താങ്കൾ അവിടെ ജോലി ചെയ്യൂ, അതിനിടയിൽ ആ 10 വർഷം കഴിഞ്ഞ് യോഗ്യത നേടി മേൽശാന്തി പട്ടികയിൽ വരാം എന്നുള്ള ഉപദേശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ ഈ ഏതൊക്കെ ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. 2018 ഇതേ വാതിൽപ്പാളി പൂജിച്ചു കൊണ്ടുവരുന്ന വിവരം ഇതേ ആളുകൾക്കറിയാമായിരുന്നോ സന്നിധാനത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊണ്ടുവരുന്ന വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ലൈൻ മാത്രം ചർച്ച ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇതിനും അപ്പുറത്തുള്ളൊരു തലം ഈ കേസിനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അന്വേഷണം അവിടെ കൂടി എത്തണം. സ്വാഭാവികമായും പൊതുസമ്മർദ്ദമുണ്ടാവും, സാമൂഹിക സമ്മർദ്ദമുണ്ടാവും. ആ വാചകമാണ് നേരത്തെ നമ്മൾ പത്മകുമാറിൻ്റെ വാചകമായി കേട്ടത്. ദൈവതുല്യരെന്ന് കരുതുന്നവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിന് വിധേയമാക്കണം. അതാവശ്യപ്പെടാനുള്ള ധൈര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. അതാരാണെങ്കിലും ചോദ്യം ചെയ്യട്ടെ, അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. ആരും നിയമത്തിന് അതീതരല്ലല്ലോ, എത്ര ആത്മീയ ഗുരുവാണെങ്കിലും. അതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. അപ്പോൾ നടപടിക്ക് മടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 3 പേരുടെ ഉത്തരം യെസ് എന്നാണ്, ഒരാളുടെ ഉത്തരം നോ എന്നാണ്. അത് താങ്കളുമാണ്. യെസ്.